ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നമ്മൾ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ചില ഇമേജസൊക്കെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഓപ്പൺ ആകാതെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ നേരിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസൊക്കെ ഫോർമാറ്റ് വേറെ ആണെങ്കിലൊക്കെ അത് ഓപ്പൺ ആകാതൊക്കെ വരാറുണ്ട്. പിന്നെ ചില വാട്സപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമേജസൊക്കെ, അതായത് വാട്സപ്പ് ഇമേജസ് എല്ലാം ഒന്നും നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവാറില്ല. അപ്പോൾ അങ്ങനത്തെ ഇമേജസൊക്കെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിങ് ആ ഒരു ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് നേരിട്ട് ഫോട്ടോഷോപ്പിലോട്ട് ഞാൻ ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോഷോപ്പിൽ ആ ഒരു ഫയൽ ഓപ്പൺ ആകുന്നില്ല. അതായത് നമ്മൾ നേരിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസൊക്കെ ചില ഫോർമാറ്റിൻ്റെ വ്യത്യാസത്താൽ നമുക്കത് ഫോട്ടോഷോപ്പിൽ അത് എടുക്കുന്നില്ല അതുവരെ. അപ്പോൾ ഞാനിത് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇമേജസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് JPEG ഫോർമാറ്റിലല്ല കിടക്കുന്നത്, അതിൻ്റെ ഫോർമാറ്റ് JPEG ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ വിത്ത് പെയിൻറ്റ് അതായത് നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്ന പെയിൻറ്റിലേക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ പെയിൻറ്റിൽ ആ ഇമേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിനെ തന്നെ വീണ്ടും ഒരു JPEG ഫോർമാറ്റിലേക്ക് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുകയാണ്. സേവ് ആസ് ഞാൻ പേരിലൊരു ചേഞ്ച് കൊടുക്കുകയാണ്. പേരിലൊരു ചേഞ്ച് കൊടുത്തു. പിന്നെ ഫോർമാറ്റ് JPEG ആക്കി സേവ് കൊടുക്കുകയാണ്. ഓക്കെ, അതവിടെ സേവ് ആയിട്ടുണ്ട്. ഈ പെയിൻറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു ഫയൽ രണ്ടാമത് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫോട്ടോഷോപ്പിൽ ആ ഒരു ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എടുക്കാതെ വരുന്ന ഇമേജസൊക്കെ നമുക്ക് ഫോർമാറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരിട്ട് ഫോട്ടോഷോപ്പിലോട്ട് വന്നതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഇമേജസൊക്കെ ഉണ്ട്. അപ്പോൾ മിക്ക ഇമേജസും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പെയിൻറ്റിലൊക്കെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എടുക്കുകയില്ലാത്ത ഫയൽസ് എല്ലാം നമുക്ക് പെയിൻറ്റിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഫോർമാറ്റ് മാറ്റി സേവ് ചെയ്ത് നമുക്ക് ഫോട്ടോഷോപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.